Now let's look at how the gas exchange in alveoli occurs. Alveoli means the bulbous structures that are present in the lung. So it is closely associated with the capillary network. So this is a cluster of alveoli. So when we look at an individual alveoli, it has an alveolar cavity which is having high partial pressure of oxygen. And the capillary is very closely associated with it. The blood contains very low partial pressure of oxygen here. So there will be a shift from or a movement of oxygen from the higher concentration to its lower concentration. This is the diffusion gradient, diffusion of gases. Let us look at how or what are the factors that helps in the dissociation of oxyhemoglobin. Low pH കുറവാകുമ്പോൾ ഓക്സിജൻ ഹീമോഗ്ലോബിന് റിലീസ് ആവാൻ സാധ്യത കൂടുതലാണ്. pH കുറയുന്നത് എങ്ങനെയാണ്? ബോഡിയിൽ ആസിഡിക് കണ്ടൻസ് കൂടുകയാണ് എങ്കിൽ ബോഡീസ് ഓർ ദ ബ്ലഡ് pH വിൽ ഡിക്രീസ്. ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ബ്ലഡ് അസിഡിക് ആവുന്നതും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ബോഡിയിൽ ലാക്റ്റിക് ആസിഡ് അക്യുമുലേഷൻ നടക്കുമ്പോൾ. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ കൂടുക. എന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ അക്യുമുലേറ്റ് ചെയ്യുമ്പം കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിലെ വാട്ടർ ആയിട്ട് ഡിസോൾവ് ചെയ്തിട്ടും കാർബോണിക് ആസിഡ് ഫോം ചെയ്യും. ആ രണ്ട് കണ്ടീഷനിലും ബ്ലഡിൻ്റെ pH കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ ബ്ലഡിൻ്റെ pH കുറവ് എന്ന് പറഞ്ഞാൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡിൻ്റെ അളവ് കൂടുതൽ, പക്ഷേ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ കൂടുതലാണ് എന്നാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ. അപ്പം ആ സാഹചര്യത്തിൽ എന്തുണ്ടാവുന്നത് വെച്ചാൽ ഓക്സിജൻ ഹീമോഗ്ലോബിന് ആ ഭാഗത്തേക്ക് റിലീസ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 2,3-DPG എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ് ഡൈഫോസ്ഫോഗ്ലിസറേറ്റ് അല്ലെങ്കിൽ ബൈഫോസ്ഫോഗ്ലിസറേറ്റ് എന്ന് പറയുന്ന BPGയും DPGയും ഒന്നാണ്. അത് ഗ്ലൈക്കോളിസിസിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നതാണ് ഈ 2,3-DPG എന്ന് പറയുന്നത്. ഇത് ഓക്സിഹീമോഗ്ലോബിനായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു കോസ് മോർ ഓക്സിജൻ ടു ബി റിലീസ്ഡ് ഫ്രം ദ ഹീമോഗ്ലോബിൻ. അപ്പോൾ കുറച്ച് ഹീമോഗ്ലോബിന് ഓക്സിജൻ റിലീസായിട്ടുള്ള സാഹചര്യങ്ങളിലാണെങ്കിൽ 2,3-BPG അവിടെ പ്രസന്റ് ആണെങ്കിൽ ഇറ്റ് വിൽ എൻഹാൻസ് ദ ഹീമോഗ്ലോബിൻ ടു റിലീസ് ഓൾ ഓഫ് ഇറ്റ്സ് ഓക്സിജൻ. അപ്പോൾ 4 സൈറ്റിലാണ് ഓക്സിജൻ ഫില്ല് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ 2 സൈറ്റിൽ നിന്നായിരിക്കും ഓക്സിജൻ റിലീസ് ചെയ്യുന്നത്. 2,3-BPG ഇനി ഈ ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ 4 സൈറ്റിലത്തെയും ഓക്സിജനെ അത് റിലീസ് ചെയ്യാൻ അത് കാരണമാവാം. മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ മെറ്റബോളിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു. ഹീറ്റ് കൂടുമ്പോൾ അവിടെയും ഓക്സിജൻ റിലീസ് കൂടുതലായിട്ട് നടക്കുന്നു. പിന്നെ ചില ഭാഗങ്ങളിൽ ഈ ടിഷ്യൂസിലൊക്കെ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിരിക്കും. ആ ഭാഗത്ത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ നാച്ചുറലി കുറവായിരിക്കും. ആ ഒരു കണ്ടീഷനിലും ഓക്സിജൻ ഹീമോഗ്ലോബിന് ഡിസോസിയേറ്റ് ചെയ്ത് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അസിഡിക് കണ്ടീഷൻ നേരത്തെ പറഞ്ഞു, കാർബോണിക് ആസിഡ് അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് അക്യുമുലേഷന്റെ സമയത്ത് അസിഡിറ്റി ഓഫ് ദ ബ്ലഡ് വിൽ ഇൻക്രീസ്. ഇൻ സച്ച് കേസസ് ഓക്സിജൻ വിൽ റിലീസ് മോർ റെഡിലി. ഈ ഒരു ഇഫക്റ്റിനെ അല്ലെങ്കിൽ ഈ ഒരു ഫിനോമിനെ പറയുന്നതാണ് ബോർ ഇഫക്റ്റ്. BOHR. ഇറ്റ് ഈസ് ദ നെയിം ഓഫ് എ സയന്റിസ്റ്റ് കോൾഡ് ബോർ. ബോർ ഇഫക്റ്റ് എന്ന് പറയുന്നതാണ് ഈ അസിഡിക് കണ്ടീഷനിൽ ഓക്സിജൻ that is dissociating from the hemoglobin. അടുത്തതായിട്ട് ബോർ ഇഫക്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ നമ്മുടെ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതാണ് ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയുന്നത്.
x-axis we pressure of oxygen in blood, that is partial pressure of oxygen, that is measured in mmHg. In y-axis we are taking the hemoglobin saturation. Saturation of hemoglobin, it can be partially saturated, that is 50% it can be saturated, or it can be 100% saturated. അല്ലെങ്കിൽ അതിനെ പറയുന്നത് 0% saturation എന്ന് പറയുന്നത് it is unsaturated എന്നാണ്. അപ്പോൾ ഈ സാച്ചുറേഷൻ ലെവൽസ് ആണ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ആണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. നോർമൽ കണ്ടീഷൻ ഓഫ് ബ്ലഡ് pH 7.4 that is the curve is like this. But when there is increased hydrogen ion അല്ലെങ്കിൽ acidity കൂടുതലാണ്, കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുതലാണ്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുതലാണ്, ഹയർ എമൗണ്ട് ഓഫ് BPG അല്ലെങ്കിൽ DPG കൂടുതലാണെങ്കിൽ ഈ കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ മോർ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇസ് റിലീസ്ഡ് ഫ്രം ദ ഹീമോഗ്ലോബിൻ. അതാണ് ഈ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാം. Bohr effect. A shift of the curve to the right in response to increase in blood carbon dioxide and hydrogen ion has significant effect. It enhances the release of oxygen from the blood to the tissues. It enhances oxygenation of blood in the lungs also. എവിടെയാണോ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറവ് എന്ന് വെച്ചാൽ ടിഷ്യൂസിലായിരിക്കുമല്ലോ ഓക്സിജൻ കുറവായിട്ടുള്ളതും കാർബൺ ഡയോക്സൈഡ് കൂടുതലുള്ളതും, ആ ഭാഗത്ത് ഓക്സിജൻ റിലീസ് ചെയ്യാനുള്ള ടെൻഡൻസി, അതിനെയാണ് ദ കർവ് ഷിഫ്റ്റിംഗ് ടു റൈറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ലങ്സിൽ ചെന്നാലോ അവിടെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതലാണ്. അപ്പോൾ അവിടേക്ക് മോർ ഓക്സിജൻ ഇസ് പിക്ഡ് അപ്പ് ഇൻ ദാറ്റ് റീജിയൻ. അതിന് ഓക്സിജനേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ കൂടുതലായിട്ട് നടക്കുന്നു. അപ്പോൾ കർവ് എന്ന് പറയുന്നത് ഇറ്റ് ഷിഫ്റ്റ് ടു ദ ലെഫ്റ്റ്. ഇതാണ് ഓക്സിജനേഷൻ കർവിന്റെ ഡിഫറൻസ് വരുന്നത്. So as the blood passes through the tissues, carbon dioxide diffuses from the tissue cells into the blood. And this increases the blood partial pressure of carbon dioxide, which will increase the carbonic acid and hydrogen ion concentration. This affects the shifting of curve to the right and downwards. ഇത് നടക്കുന്നത് ബ്ലഡില് ടിഷ്യൂ സെൽസിന്റെ അവിടെ നിന്ന് വരുന്ന സാഹചര്യത്തിലാണ്. ടിഷ്യൂസിൽ നിന്ന് ബ്ലഡിലേക്ക് കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്യുമ്പം ബ്ലഡിൽ എന്തുണ്ടാവുന്നു? പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് കൂടുന്നു, കാർബോണിക് ആസിഡ് ഉണ്ടാവുന്നു. ആ സമയത്ത് ഹീമോഗ്ലോബിൻ എന്താ ചെയ്യുക? അവിടേക്ക് കൂടുതൽ ഓക്സിജൻ സപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇൻ ദ ലങ്സ് ഡിഫറൻസ് നേരെ തിരിച്ചാണ് നടക്കുക. ലങ്സിലാവുമ്പം കാർബൺ ഡയോക്സൈഡ് അവിടെ കുറവും ഓക്സിജൻ കൂടുതലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ബ്ലഡിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡ് ആൽവിയോലയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ബ്ലഡിൽ അപ്പം എന്തുണ്ടാവണ? ആ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറഞ്ഞു. ലങ്സിലേക്ക് എത്തുമ്പം ബ്ലഡിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറയും. കാരണം കാർബൺ ഡയോക്സൈഡ് ലങ്സിന്റെ ആൽവിയോലയിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് കുറഞ്ഞു, ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ കുറഞ്ഞു, കർവ് തിരിച്ച് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, therefore the quantity of the oxygen that binds with hemoglobin at any alveolar pressure of oxygen becomes considerably increased, thus allowing greater oxygen transport to tissue. ഇനി എഫക്റ്റ് ഓഫ് BPG എന്ന് പറഞ്ഞാലും DPG എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഡൈഫോസ്ഫോഗ്ലിസറേറ്റ് ഓർ ബൈഫോസ്ഫോഗ്ലിസറേറ്റ്, രണ്ട് ഫോസ്ഫേറ്റ് ഉള്ള ഗ്ലിസറേറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ആ ഫോസ്ഫോഗ്ലിസറേറ്റ് ഉള്ള ബ്ലഡില് അത് നോർമൽ BPG ഇൻ ബ്ലഡ് വിൽ ഓൾവേസ് കീപ് ദ കർവ് ടു ബി ഷിഫ്റ്റ് ടു റൈറ്റ്. എന്ന് വെച്ചാൽ BPG ഉള്ളപ്പം അത് കൂടുതലും ഹീമോഗ്ലോബിനെ വിൽ എൻഹാൻസ് ദ ഹീമോഗ്ലോബിൻ ടു റിലീസ് ഓക്സിജൻ മോർ. അപ്പം അതിൻ്റെ അർത്ഥം ഹീമോഗ്ലോബിൻ്റെ കർവ് റൈറ്റിലോട്ട് തന്നെ എപ്പോഴും ഷിഫ്റ്റ് ചെയ്ത് വെക്കുന്നുള്ളതാണ്. ഹൈപ്പോക്സിക് കണ്ടീഷൻ അല്ലെങ്കിൽ ഓക്സിജൻ റിഡക്ഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഓക്സിജൻ കുറവുള്ള സാഹചര്യങ്ങളിൽ, അതിനാണ് ഹൈപ്പോക്സി എന്ന് പറയുന്നത്. ആ സാഹചര്യങ്ങളിൽ BPG
ബ്ലഡിൽ നല്ല അളവിൽ കൂടുതലായിരിക്കും. അത് it will shift the curve more to right. This causes oxygen to be released at the tissues. Okay. അതാണ് നടക്കുന്നത്. This causes oxygen to be released at the tissues even at higher, that is as much as 10 millimeter Hg higher than tissue oxygen pressure than that would be in the case of without increased BPG. Okay. The normal BPG will keep the curve always to the right എന്നുള്ളത് ഓർത്താൽ മതി. അടുത്തതായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ എക്സസൈസിങ് മസിൽസ് നമ്മളിപ്പോൾ ഓവറായിട്ട് സ്ട്രെയിനേഴ്സ് എക്സസൈസ് എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത്, മസിൽസിനൊക്കെ ഓക്സിജൻ ഡിമാൻഡ് കൂടുതലായിരിക്കും. അപ്പോൾ റിച്ച് ആയിട്ട് ദ ബ്ലഡ് നീഡ് ടു സപ്ലൈ ദ മസിൽസ് വിത്ത് oxygen, and the muscles will always be producing carbon dioxide at an increased level. Naturally, the hydrogen ion concentration will increase and the temperature of the muscle also increases. About 2 to 3 degrees Celsius increase in muscle temperature also occurs, and this increase in muscle temperature that is, it will enhance the delivery of oxygen more to the lungs, to the muscles. But മസിൽ സ്ട്രെയിനേഴ്സ് ആയിട്ടൊരു ജോബ് ചെയ്യുമ്പം അതിന് ഓക്സിജൻ കൂടുതലായിട്ട് വേണം. അപ്പോൾ അവിടെ എന്താ നടക്കുന്നത്, മസിലിൽ നമ്മൾ ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യുമ്പോൾ മസിൽസിൽ അവിടെ ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുന്നത്. ഇൻക്രീസ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ മോർ ഡിസോസിയേഷൻ ഓഫ് ഓക്സിജൻ ഫ്രം ഹീമോഗ്ലോബിൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ സാഹചര്യത്തിൽ ലാക്റ്റിക് ആസിഡും കൂടി അക്യൂമുലേറ്റ് ചെയ്ത് കഴിയുമ്പം അസിഡിറ്റി അവിടെ കൂടുന്നു. അവിടെയും ഈ പറയുന്ന ഹൈഡ്രജൻ അയോൺ കൂടുന്നു. അവിടെ കൂടുതൽ സാഹചര്യം ഉണ്ടാവുന്നു for the release of oxygen from hemoglobin. Again, the shifting of the curve from left to right occurs. അപ്പോൾ ഇവിടെയും റൈറ്റിലേക്കാണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ഷിഫ്റ്റ് ചെയ്യുന്നത്. The rightward shift of the curve forces the oxygen to be released from the blood hemoglobin at partial pressure of oxygen even greater than 40 mmHg. Even when the 70% ഓഫ് ഓക്സിജൻ ഹീമോഗ്ലോബിന് റിലീസ് ചെയ്ത സാഹചര്യത്തിൽ കൂടിയും ഈ പറയുന്ന ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണ് മസിലെങ്കിൽ ബാക്കിയുള്ള ഓക്സിജൻ ആ 30% ഓക്സിജനും കൂടിയും കംപ്ലീറ്റ് ആയിട്ട് മസിലിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നു. ദെൻ ലങ്സിൽ എന്താ സംഭവിക്കുന്നത്, ലങ്സിൽ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. അവിടെ ഓക്സിജൻ will be picked up more by the hemoglobin because അവിടെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതലാണ്, അസിഡിറ്റി കുറവാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ കൂടുതൽ ഓക്സിജൻ is picked up from the alveoli. But this is what is happening. The shifting of the curve from the normal curve to the right means it is increased hydrogen ion, increased carbon dioxide, increased temperature, increased BPG. And the shift to left means decreased hydrogen ions, decreased carbon dioxide, decrease in temperature, decrease in BPG. This is all what we had already explained. Effect of blood flow on the metabolic use of oxygen. Total amount of oxygen available for use in any given tissue is determined by the quantity of the oxygen that can be transported in each 100 ml of blood, and also the rate of blood flow. If the rate of blood flow falls to 0, the amount of oxygen also falls to 0. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ബോഡിയിലെ ഓക്സിജൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ അളവും അതിലൊരു കാരണമാണ്. 1 gram ഓഫ് ഹീമോഗ്ലോബിൻ എന്ന് വെച്ചാൽ 1.34 ml ഓഫ് ഓക്സിജൻ ആണ് ക്യാരി ചെയ്യുന്നത്. 100 ml ഓഫ് ബ്ലഡിൽ 15 grams ഓഫ് ഹീമോഗ്ലോബിൻ ഉണ്ടാവാം ഫോർ മെയിൽസ്. ഫോർ ഫീമെയിൽസ് ഇറ്റ് വിൽ ബി 12 to 14. Or for males it can be 15 to 16 or something. അപ്പോൾ ദാറ്റ് ഇൻറ്റു 1.34 ml ആണ് നമ്മളുടെ ബോഡിയിൽ ക്യാരി ചെയ്യുക. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ ലെവലും ഇതിനൊരു ഫാക്ടറാണ് ഫോർ ഹൗ മച്ച് ഡെലിവറി ഓഫ് ഓക്സിജൻ ഇസ് ടേക്കിംഗ് പ്ലേസ് ടു ദ ഈച്ച് പാർട്ട് ഓഫ് അവർ ബോഡി.